ദുർഗാപൂർ കൂട്ടബലാത്സംഗത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണങ്ങൾ തള്ളി മെഡിക്കൽ റിപ്പോർട്ട്. പെൺകുട്ടി പീഡനത്തിനിരയായത് രാത്രി 8:30-നും 9-നും ഇടയിലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാത്രി 12:30 പെൺകുട്ടി എങ്ങനെ ക്യാമ്പസിന് പുറത്തുപോയി എന്നായിരുന്നു മമതാ ബാനർജിയുടെ പരാമർശം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അപ്പോഴാണ് വസ്തുതാപരമായും അത് തെറ്റാണ് എന്ന വിവരം പുറത്തുവരുന്നത്, അല്ലേ? അനുജ, തീർച്ചയായും മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ ദുർഗാപൂർ കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാത്രി 12:30 ശേഷം പെൺകുട്ടി എങ്ങനെ പുറത്ത് പോയി എന്നതായിരുന്നു മമത ഉന്നയിച്ചിരുന്ന ചോദ്യം. വിവാദമായതോടെ ആ പരാമർശം മമത വളച്ചൊടിച്ചതാണ് എന്ന വിശദീകരണം നൽകിയിരുന്നെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ, അതായത് 12:30 ശേഷം പെൺകുട്ടി പുറത്തുപോയത് എന്ന കാര്യം മമത തിരുത്താൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ മമതയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. രാത്രി 8:30-നും 9-നും ഇടയ്ക്കാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് എന്നാണ് പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ ഹോസ്റ്റൽ അധികൃതരുടെ വിശദീകരണത്തിലും പെൺകുട്ടി 8:15-ഓടെയാണ് ക്യാമ്പസിൽ നിന്നും പുറത്തുപോകുന്നത് എന്നും 9:30 ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയെന്നും വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ആരോപണം തീർത്തും തെറ്റാണ് എന്ന് മെഡിക്കൽ റിപ്പോർട്ടിലും ഒപ്പം തന്നെ ഈ സർവകലാശാല അധികൃതരുടെ മൊഴിയിലും വ്യക്തമാവുകയാണ്. ദുർഗാപൂർ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.